ഹലോ, എൻ്റെ പേര് ഷീജ ദേവൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇത്ര കൊല്ലം കഴിഞ്ഞ് പെട്ടെന്ന്. പക്ഷെ കുറേ കൊല്ലമായി ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിച്ചു അധികവും ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാവുക വീട്ടിൽ. ഞാൻ വിചാരിക്കും ആരോടെങ്കിലും ഒക്കെ സംസാരിക്കേണ്ടായിരുന്നു, പിന്നെ യൂട്യൂബ് വീഡിയോ കൂടെ തന്നെ ആവാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും ഒന്നും അറിയാം, ഇതിപ്പോൾ ഒരു ഓൾഡ് ഇതായി. ഞാൻ സംസാരിക്കാൻ പോണത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയാണ്. എല്ലാവരും പറയും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യണം, അത് ഭയങ്കര വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചിലർ അവരുടെ അനുഭവത്തിന് ആവില്ല പറയണത്. ചിലത് പറയുന്ന ഡോക്ടർമാരായിരിക്കും, അവർ റിസർച്ചിനെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാനിവിടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി പറയാൻ പോണത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. കാരണം 80 kg ഉള്ള ഞാൻ ഇപ്പോൾ 66 എത്തി നിൽക്കുന്നത് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കാരനാണ്. ഞാൻ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഒരു 2021 മുതൽക്കാണ് ഞാൻ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയത്. ഞാൻ ലൂസ് ചെയ്തത് എൻ്റെ 14 kg ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്താണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു ടൈമിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഫുഡ് നിങ്ങൾ ഏർലി ഡിന്നർ കഴിക്കുക. ഏർലി ഡിന്നർ എന്ന് പറയുമ്പോൾ 7 മണിയും കൂടെ ആവണ്ട. തീർച്ചയായിട്ടും നമ്മളൊരു 4:30, 5:30 ആ സമയമാകുമ്പോൾ നമ്മുടെ ഫുഡ് നമ്മൾ നിർത്തിയിട്ടുണ്ടാവണം. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ 16 അവർ കാൽക്കുലേറ്റ് ചെയ്യണം നെക്സ്റ്റ് മോർണിംഗ് വരെ. എന്തായാലും രാത്രി നമ്മൾ കിടന്നുറങ്ങും, അപ്പോൾ നമ്മൾ എന്തായാലും വിശപ്പ് അറിയാൻ പോണില്ല. അപ്പോൾ 4:30 നമ്മൾ നിർത്തി കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ 9:30 10 മണിക്കോ കഴിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ 16 അവർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ വെയിറ്റ് ലൂസ് ആവുമെന്ന് മാത്രമല്ല, നമ്മുടെ ബോഡി ഇൻറ്റേർണൽ ഓർഗൻസ് കംപ്ലീറ്റ് ഒരു റിപ്പയറിങ് മോഡിലേക്ക് വന്നിട്ടുണ്ടാവും. കാരണം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഫുൾ ത്രൂ ഔട്ട് ഡേ. നമ്മൾ തന്നെ ആലോചിച്ചോണ്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ത്രൂ ഔട്ട് ഡേ വെച്ചാൽ നമ്മൾ എത്ര ടയേർഡാവും. അപ്പം അതേപോലെ നമ്മളറിയാതെ നമ്മുടെ കൈയും കാലും പോലെ അല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ടയേർഡാവും. അപ്പോഴാണ് നമ്മൾ ഓരോ രോഗം, നമുക്ക് അവിടെ രോഗം വന്നു, ഇവിടെ രോഗം വന്നു, അങ്ങനെ പറയണേ. എന്തായാലും നമ്മളിപ്പോൾ ഞാൻ 52 കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ 50s എബോവ് ഉള്ളവരൊക്കെ ആകുമ്പോഴും നമ്മൾ നമ്മുടെ വെയിറ്റ് ലൂസ് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ യങ് ആയിരിക്കും, നമ്മൾ ഓവർ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നല്ല. കാരണം നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും, ഹോസ്പിറ്റല് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വെയിറ്റ് നമുക്കൊരു പ്രശ്നമാവും പല കാര്യം കൊണ്ടും. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് എന്താണ് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിലേക്ക് വന്നതെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോകണം ആ ഒരു സ്റ്റോറി അറിയാൻ. 2019 ഞാൻ എൻ്റെ കസിൻ്റെ മകളുടെ മാരേജിന് വേണ്ടിയിട്ട് ഒരു കുന്താപുര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ എൻ്റെ ഫോൾ ഫാമിലി എത്രയോ വർഷമായിട്ട് പലരും നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു മാരേജ് ആയിരുന്നു അത്. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ യങ്ങർ ഏജിൽ ഭയങ്കര സ്ലിം ആയിട്ട് അതായിരുന്നു. പിന്നെ മാരേജ് ആയി. ഞാൻ ഏകദേശം ഒരു 40 years വരെ ഞാൻ മെലിഞ്ഞ ഒരാളായിരുന്നു. അവരൊക്കെ എന്നെ കാണുന്നത് എത്രയോ വർഷം കഴിഞ്ഞ, ആക്ച്വലി ഒരു 20 years മുമ്പാണ് അവരൊക്കെ എന്നെ കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്നെ അവരാ കാണുന്നത് ആ ഒരു മാരേജിലാണ്. അപ്പോൾ മാരേജിൽ കണ്ടപ്പോൾ എല്ലാവരും അയ്യോ ഷീജ എത്ര തടിച്ചു, അയ്യോ എന്താ പറ്റി ഇത്ര തടിച്ചു, എന്താ പറ്റി അങ്ങനെ ചോദിച്ചു. ഞങ്ങളെ ഇത്രയും തടിച്ച് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നി അയ്യോ എന്താ എന്നെ എല്ലാവരും അങ്ങനെ പറയണത്, ഞാൻ നന്നല്ലേ കാണാൻ. പിന്നെ ഞാൻ പോയി ഭയങ്കര കോൺഷ്യസ് ആയി. എനിക്ക് ആ മാരേജിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഞാൻ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് കുറച്ച് കോൺഷ്യസ് ആയിപ്പോയോ, എനിക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ ഡെയിലി എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ എൻ്റെ വെയിറ്റ് അങ്ങനെയൊന്നും ചെക്ക് ചെയ്യില്ലായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഷോക്കായി. ഞാൻ 80 kg ഉണ്ടായിരുന്നു. 80 kg ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെന്ന് വെച്ചാൽ 80 kg മേ ബി അത്ര വെയിറ്റ് ആയി ഉണ്ടാവില്ല. പക്ഷേ ഞാനൊരു 5.23 ഉള്ള ആളാണ്. ആ സമയത്ത് എൻ്റെ വെയിറ്റ് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് വെയിറ്റ് ഫോർ മീ ആക്ച്വലി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എങ്ങനെ എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതായി. അപ്പോൾ ആ സമയത്ത് ഞാൻ ബോംബെയിലാണ് താമസം. ഇപ്പം ബോംബെയിലൊക്കെ എല്ലാവരും വെയിറ്റ് ലൂസിന് എന്താ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ മോളുടെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി അവർ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് അന്നൊരു ട്രെൻഡാണ്. ഇന്നിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ട്രെൻഡ് പോലെയാണ് അന്ന് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ മലയാളികൾക്ക് തീർച്ചയായിട്ടും ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യം. കാരണം നമ്മൾ വയറ് നിറച്ച് ചോറുണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കത് കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ ഞാൻ അത്രയും ചോറിനോട് ഓവർ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എന്നാലും ഞാൻ ആ കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 2019 മെയ്യിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓഗസ്റ്റിൽ എൻ്റെ മോളുടെ മാരേജ് വരികയാണ്.
അപ്പോൾ എൻ്റെ മോളുടെ മാരേജിൽ ഓഫ്കോഴ്സ് എന്നെ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തടി ചെയ്യുന്നത് ശരിയാവില്ല എന്ന് വെച്ച് ഞാൻ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്തു. ജൂൺ തൊട്ടിട്ട് ഞാനൊരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്തു. ആ 3 months ഞാൻ എൻ്റെ കീറ്റോ ഡയറ്റിനെ ഫോളോ ചെയ്തു. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബുള്ള ഒരു ഫ്രൂട്ട്സും കഴിക്കാൻ പാടില്ല. അതായത് ആപ്പിൾ, ഫോർ എക്സാമ്പിൾ ബനാന, അതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. കീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന വെജീസ് നമ്മൾ കഴിക്കാൻ പാടില്ല. പൊട്ടാറ്റോ അങ്ങനത്തെ ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് കഴിക്കാവുന്നത് മീറ്റാണ്. അതായത് അതിൽ തന്നെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്രയും വലിയൊരു നോൺ വെജ് ലവർ അത്ര അല്ല ഞാൻ. കുറച്ച് ഞാൻ ചിക്കൻ, എഗ്ഗ് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. ചില ഫിഷും ഞാൻ കഴിക്കും. കംപ്ലീറ്റ് ഓൾ ഫിഷസ് ഒന്നും ഞാൻ കഴിക്കില്ല. പക്ഷേ കീറ്റോന് വേണ്ടി ഞാൻ അങ്ങനെ ചിക്കനും എഗ്ഗും അങ്ങനെയൊക്കെ കഴിക്കാൻ ഞാൻ തുടങ്ങി. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ റൈസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഞാൻ പറയില്ല ആ റൈസ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ വളരെ അത്ഭുതം പോലെ 3 മാസം കൊണ്ട് ഞാൻ 5 കിലോ കുറഞ്ഞു. ഞാൻ നന്നായി വെയിറ്റ് കുറഞ്ഞു. ആ മാരേജിൽ എല്ലാവരും എന്നോട് ഒന്നും പറഞ്ഞില്ല. തടി കൂടിയെന്ന് വന്ന് പറഞ്ഞവരൊക്കെ തടി കുറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. അവർ മിണ്ടാതിരുന്നു. അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ തടി കുറഞ്ഞു. എനിക്ക് തോന്നി ഞാൻ നന്നായിട്ട് പ്രസൻറ്റബിൾ ആയി എന്ന്. പക്ഷെ അങ്ങനെ ഇരിക്കും ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ബാംഗ്ലൂർ എവിടെയോ ഇങ്ങനെ കീറ്റോ ചെയ്തിട്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഓർഗാൻ ഫുൾ ഫെയിലിയർ ആയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയോ ഇത്ര കീറ്റോ ഓവറായിട്ട് നമ്മളിപ്പോൾ ചോറ് കഴിക്കില്ല. നമുക്ക് ഓവർ വിശക്കുമ്പോൾ നമ്മൾ എഗ്ഗ്, ചിക്കൻ അതൊക്കെ കുറച്ച് കൂടുതലായി കഴിച്ചു എന്ന് വരും. കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര എന്തും ലിമിറ്റ് വിട്ട് നമുക്ക് ഇതായ അത്ര നന്നല്ല നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചോ എനിക്ക് ഈ കീറ്റോ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ ഇരിക്കും. പിന്നെയാണ് കോവിഡ് സ്റ്റാർട്ടായത്. 2020 തൊട്ട് കോവിഡ് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരു ഡിപ്രഷനും. അപ്പോൾ നമ്മൾ കഴിച്ചു. ഈ വെയിറ്റ് കുറഞ്ഞ ഞാൻ പിന്നീട് വീണ്ടും ഞാൻ 5 കിലോ കൂടി. എന്നിട്ട് 79 kg ആയി ഞാൻ പിന്നെ. ആ സമയത്ത് എൻ്റെ മോള് ഡെലിവറിയൊക്കെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര ഇപ്പോൾ ഒരു ഡയറ്റ് കോൺഷ്യസ് ഒന്നും ആവാൻ ആ ടൈമിന് പറ്റിയില്ല. അപ്പോൾ പുറത്തിറങ്ങണില്ല. കുറേ അധികം ഇതുണ്ടായിരുന്നു. പിന്നെയും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും 2021 വീണ്ടും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരിത് വന്നു. ഞാൻ പിന്നെയും എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇതായി. ഇനി എന്ത് ചെയ്യും ഞാൻ? കീറ്റോ എനിക്ക് പറ്റി. അപ്പം ഞാൻ എന്ത് ചെയ്താണ് എൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് എനിക്കൊരിതായി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ആരാന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതിട്ടുണ്ടായിരുന്നു. അയാൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളാണ്. 4:30 ആകുമ്പോൾ അവരുടെ ഫുഡ് അവർ സ്റ്റോപ്പ് ചെയ്യും. അതായത് അവർ ഡിന്നർ കഴിക്കാതെ ഏർലി ഡിന്നറാണ് കഴിക്കുന്നത് 4:30 ആകുമ്പോൾ. അപ്പോൾ അവർക്കത് പുള്ളി ഭയങ്കര ഫിറ്റായിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഞാൻ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ വളരെ അത്ഭുതകരമോ വിധം എനിക്കത് ഭയങ്കര നന്നായി സൂട്ടായി. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഭയങ്കര നന്നായി. ഇന്നിപ്പോൾ ഞാൻ 80 കിലോയിൽ നിന്ന് 66ലേക്ക് എത്തി നിൽക്കുകയാണ്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയുണ്ടാവും ഞാൻ എന്തൊക്കെയായിരിക്കും കഴിച്ചതെന്ന്. ഞാനൊന്നുമില്ല, നോർമൽ എല്ലാം കഴിച്ചു. വളരെ ഓവറായിട്ടല്ല, ലെസ് ക്വാണ്ടിറ്റിയിൽ തന്നെ. അതായത് റൈസും എല്ലാം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവർ ഓയിൽ ഐറ്റം കഴിക്കാതെ ഇപ്പോൾ ചിക്കനോ ഫിഷൊക്കെ ഫ്രൈ വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എയർ ഫ്രൈ ചെയ്ത് കഴിച്ചു. പിന്നെ ഞാൻ അധികം ചിപ്സ് കാര്യങ്ങൾ അതൊന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. അതൊക്കെ ചില സമയങ്ങളിൽ കഴിക്കുന്നല്ല, എപ്പോഴും ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അങ്ങനെ പലതും അതിനെപ്പറ്റി ഞാൻ പറയാം എന്തൊക്കെയാണ് ഇനി കഴിക്കേണ്ടതെന്നുള്ളത്. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ റൊട്ടീൻ പോണത് ഡെയിലി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ആരെങ്കിലും നിങ്ങളെ തടി കുറയ്ക്കാൻ വിചാരിക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് അത്ര തടി ഇല്ല അതും കുഴപ്പമില്ല. നിങ്ങൾ തടി ഇല്ലാത്ത ആളാണോ, നിങ്ങൾ നോർമൽ വെയിറ്റുള്ള ആളാണോ, എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം. കാരണം നിങ്ങൾ ലേറ്റ് നൈറ്റ് ഡിന്നർ കഴിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഓർഗാൻസും എപ്പോഴും വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു റെസ്റ്റ് വേണം. പഴയ കാലത്തൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് നാമം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ, ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ 8-8:30 ടി വി കണ്ടൊന്നും അന്നൊന്നും ഫസ്റ്റൊന്നും ടി വി ഉണ്ടായിരുന്നില്ല. പിന്നെ ടി വി വന്നാലും നമ്മൾ ആ വന്ന സമയത്ത് അപ്പോഴും നമ്മൾ 8-8:30 ആകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പറയുമായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സമയം നമ്മളൊരു ഏർലി ഡിന്നർ പോലെ തന്നെയാണത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ 9-9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് പീരീഡ് ആവുന്നുണ്ട് നമ്മുടെ ബോഡിക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന പനമ്പള്ളിയാണ്. അയ്യോ, റെസ്റ്റോറൻറ്റിൻ്റെ ഒരു തല്ല് തന്നെയാണ് അവിടെ. രാത്രി 12 മണി 2 മണി വരെ ഓപ്പൺ ആയിരിക്കുന്ന സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ട്.
പിന്നെ ഭയങ്കര തിരക്കാണ്. എവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഫുഡ്. മുമ്പ് നോർത്ത് ഇന്ത്യയിലായിരുന്നു സ്ട്രീറ്റ് ഫുഡ് അത് ഇത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം എത്ര നീറ്റാണ്, എത്ര ഇതാണ്, സ്ട്രീറ്റ് ഫുഡ് ഇല്ല. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെറും സ്ട്രീറ്റ് ഫുഡുകൾ, ലേറ്റ് നൈറ്റ് ഫുഡും ഇതൊക്കെ പക്ഷെ ബോഡിക്ക് അത്ര നല്ലതല്ല. നമ്മളൊരു യങ് ജനറേഷനെ നമ്മൾ അങ്ങനെ വളർത്തിയെടുക്കണമെന്നല്ല. പിന്നെ വല്ലപ്പോഴും നമ്മുടെ വീട്ടിലൊരു മാരേജോ റിസപ്ഷനോ എന്തെങ്കിലും നമ്മുടെ ഒരു ഗെറ്റ് ടുഗദറോ ഉണ്ടാകുമ്പോൾ അന്നൊരു ദിവസം നമ്മൾ തെറ്റിച്ചു എന്ന് വിചാരിക്കുക, കുഴപ്പമില്ല. അന്ന് നമ്മൾ തെറ്റിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ദിവസമല്ലേ, നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ദിവസമാവും. പക്ഷേ അതും തെറ്റിക്കാതെ നിങ്ങൾക്ക് ഇരിക്കാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലേറ്റ് നൈറ്റ് കഴിച്ചു എന്ന് വിചാരിക്കുക, പിന്നെ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു 16 hour ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫുഡ് കഴിക്കാം. അപ്പോഴും നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് അവിടെ തെറ്റില്ല. അപ്പോൾ തടിയുള്ളവർക്കും തടി ഇല്ലാത്തവർക്കും നോർമൽ ഹെൽത്തി ആയിട്ടുള്ളവർക്കും അൺഹെൽത്തി ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ സൂട്ടാവുന്ന, നമ്മുടെ ബോഡിക്ക് എന്തായാലും ഗുണേ തരില്ലൂ അല്ലെങ്കിൽ ദോഷം തരില്ല, അങ്ങനെ ഒന്നാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം. സോ നിങ്ങളത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു ഹെൽത്തി ആയിട്ടൊരു തലമുറയെ വളർത്തിയെടുക്കണം. നിങ്ങളുടെ കുട്ടികൾക്കായാലും 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ഫുഡ് കൊടുക്കരുത്. 7 മണിയായിരിക്കണം അവരുടെ ലാസ്റ്റ് മീല് നിങ്ങൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡേ അവർ സ്കൂളിലോ കോളേജിലോ എവിടെ പോകാൻ റെഡി ആവുകയാണെങ്കിലും എന്തായാലും ഒരു 8 മണിക്ക്. അപ്പോൾ അവർക്ക് അത്രയും ആ ഒരു ഗ്യാപ്പ് കിട്ടും. 12 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടായിരിക്കും അവർ നെക്സ്റ്റ് ഒരു മീൽ അവർ എടുക്കുക. ആ സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടും. എന്താ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ ഇത് തുടരാൻ വേണ്ടി? ഇൻ്റർമീഡിയറ്റ് തുടങ്ങണോ? നിങ്ങൾ തുടങ്ങണമെങ്കിൽ എനിക്ക് അയക്കാം. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ? പിന്നെ ഞാൻ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞുതരും. എല്ലാ വേൾഡിലുള്ള മലയാളികളും നിങ്ങൾ യാദൃച്ഛികമായിട്ട് ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഫോണിലായാലും പ്ലീസ് എന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു ഓൾഡ് ലേഡിയാണ്, ഷീസ് 50+. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. എനിക്ക് വ്ളോഗ് ഇടണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നല്ലതാണ്, നമുക്ക് പറ്റുകയാണ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ, ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ 2018 തുടങ്ങിയതാണ്. കുക്കിംഗ് എനിക്ക് ഓവർ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഞാൻ കുക്കിംഗ് വീഡിയോ എനിക്കിഷ്ടമാണ്. കുക്കിംഗ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിലായാലും എൻ്റെ ഹോം ഷെഫ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുക. ഞാൻ ഇപ്പോഴൊന്നും അത്ര ഇടാറില്ലല്ലോ. പക്ഷെ ഞാൻ ഭയങ്കര കുറേ മുമ്പ് എൻ്റെ പബ്ലിക്കായിരുന്നു. ആ സമയത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കുക്കിംഗ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വീട്ടിലായാലും ഞാൻ ഒരു കുഴപ്പമില്ലാത്ത കുക്കാണെന്നാണ് പറയാറ്. അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മൾ ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ഇത്രയേ പറയാനുള്ളൂ. എൻ്റെ വ്ളോഗ് ഇത്ര നേരം കണ്ടിരുന്നതിൽ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. See you my next vlog. Okay, thank you so much.